ആധുനികതയും സൗകര്യങ്ങളും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒത്തുചേരുമ്പോൾ എങ്ങനെയുണ്ടാകും? അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫോക്കസ് ബിൽഡേഴ്സ് പുതുതായി നിർമ്മിച്ച ഈ സ്വപ്ന ഭവനം. എക്കണോമിക്കൽ സ്പെക്ക് വരുന്ന ഈ വീടിന്റെ അടിസ്ഥാനമായി കോളം ഫൂട്ടിംഗ് ആൻഡ് പ്ലിന്ത് ബീമാണ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ട് കയറി വരുന്നത് ലിവിംഗിലേക്കാണ്. TV യൂണിറ്റ്, സോഫ സീറ്റിംഗ് സൗകര്യങ്ങളോട് കൂടിയാണ് ലിവിംഗിന്റെ അറേഞ്ച്മെന്റ്. വീടിന്റെ മധ്യഭാഗത്തായിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്. 6 സീറ്റർ ഡൈനിങ് ടേബിൾ വളരെ സുഖകരമായി ഇടാം. ഡൈനിങ്ങിനോട് ചേർന്ന് സെപ്പറേറ്റ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നും നേരിട്ട് കാണാൻ പാകത്തിലാണ് ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കിച്ചണും ഡൈനിങ്ങും വേർതിരിക്കുന്ന ഭാഗത്ത് ഒരു സെർവിംഗ് കൗണ്ടർ നൽകി മോഡേൺ എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്റ്റോർ റൂം നൽകിയിരിക്കുന്നു. കിച്ചണ് തൊട്ടുപിറകിലായി ഒരു വർക്ക് ഏരിയയും ഈ വീടിന് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ ഒരു ബെഡ്റൂമും നോർമൽ ബെഡ്റൂം വിത്ത് കോമൺ ടോയ്ലറ്റുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് എന്നിവയാണുള്ളത്. സ്റ്റെയർ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഫോയർ സ്പേസിനടുത്തായി താഴത്തെ ഡൈനിങ് ഏരിയ കാണുന്ന വിധത്തിൽ ഡബിൾ ഹൈറ്റ് സീലിംഗും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കാൻ പറ്റുന്ന ഈ ഡിസൈൻ
വീടിന് വലിയൊരു ഹാളിൽ നിൽക്കുന്ന ഫീലും നല്ല വായു സഞ്ചാരവും വെളിച്ചവും നൽകും. കൂടുതൽ ഭംഗിയും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ ഡബിൾ ഹൈറ്റ് സീലിംഗിൽ റൂഫ് പെർഗോള ആഡ് ചെയ്തിട്ടുണ്ട്. ഫോയറിനടുത്തായി അപ്പർ ലിവിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. പ്രൈവറ്റ് ഫാമിലി ലിവിംഗ് സ്പേസായി ഇത് ഉപയോഗിക്കാം. താഴത്തെ അതേ ലൈനപ്പിൽ തന്നെയാണ് മുകളിലും 2 ബെഡ്റൂംസ് വരുന്നത്. മുകളിലുള്ള 2 ബെഡ്റൂംസും അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയവയാണ്. ഫ്രണ്ട് ബെഡ്റൂമിൽ നിന്നും മുൻവശത്തേക്ക് ഒരു ഓപ്പൺ പ്രൈവറ്റ് ബാൽക്കണി നൽകിയിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റ് വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി, ലിവിംഗ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ്, ഓപ്പൺ പ്രൈവറ്റ് ബാൽക്കണി എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടിന്റെ ഇന്റീരിയറിൽ ടൈൽസിനായി കജേരിയ റാക്ക് പോലുള്ളവയും സാനിറ്ററി ഫിറ്റിംഗ്സായി ജോൺസൺ സെറ പോലുള്ള കമ്പനികളും ഇലക്ട്രിക്കലിനായി RR കേബിൾസ്, വി കാർഡ്സ് പോലുള്ളവയും സ്വിച്ചസിനായി ലെഗ്രാൻഡ് ലിങ്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ആൻഡ് വിൻഡോസ് തേക്ക് വുഡിലും ബാക്കിയുള്ളവ പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയവയിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കൊളോണിയൽ കം കണ്ടംപററി സ്റ്റൈൽ വരുന്ന രീതിയിലാണ് ഈ വീടിന്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് കഴിയാവുന്ന മുഴുവൻ സൗകര്യങ്ങളും ഈ വീടിനുണ്ട്. ഈ വീടിന്റെ ഓണർ സിന്ധു മാഡത്തിനും കുടുംബത്തിനും ഫോക്കസ് ബിൽഡേഴ്സിന്റെ 1000 ആശംസകൾ. താങ്ക് യു. ഞങ്ങൾ ആദ്യം കാണുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞങ്ങളുടെ കമ്പനിയെ കാണുന്നത്. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പം അവിടെ മെസ്സേജ് പോകണം. അപ്പൊ തിരിച്ച് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളെ കമ്പനിയായിട്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അങ്ങോട്ട് വിളിച്ചു. സൈറ്റ് കൊടുത്ത് കണ്ടു. കുറെ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് കുറെ വീടുകളിലെല്ലാം ഫോട്ടോസും എല്ലാം അയച്ചു തന്നു, വീഡിയോ അയച്ചു തന്നു. ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട ഒരു വീടായിരുന്നു പണിതിരിക്കുന്ന വീട്. ഈ വീട് അതിൻ്റെ അകത്ത് ഇതിലൊരു വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് ഏരിയയിലെങ്കിലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പാലായിലെ ഒരു വീട് ഇതുപോലെ വന്നിട്ട് നമുക്ക് സന്തോഷിക്കുന്നു. വേറെ ഒരു വീട് ഇതുപോലെ തന്നെ ഒരു വീട് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഫേവറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സീൻ ബിലോ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു ഭാഗം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ റൂമിന്റെ ബാൽക്കണി നമുക്കില്ലായിരുന്നു, റൂമിനായിട്ടുള്ള ബാൽക്കണി പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ സെപ്പറേറ്റ് പണിയിച്ച് തന്നപ്പം അതും ഒരു ഭംഗിയായിട്ട് വന്നു. പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള എലവേഷന് നമ്മൾ സാറ്റിസ്ഫൈഡ്. പിന്നെ ഇവരുടെ വർക്കും പിന്നെ പ്ലാന് എലിവേഷൻ കാര്യങ്ങളിലെ ഒരു സ്മൂത്ത് ആയിട്ട് പെർഫോം ആയിട്ടാണ് ഷവാടയിൽ നിന്നൊരു 1 വീക്ക് 2 വീക്ക് കൊണ്ട് ഒരു പെട്ടെന്ന് പരിപാടി തീർത്ത് വിത്തിൻ ഏതാണ്ട് 2 വീക്സിനുള്ളിൽ തന്നെ ഇവര് പണി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. അതിലൊക്കെ നമ്മൾ ഇവരുടെ വർക്കില് കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മള് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ സാധനങ്ങളെല്ലാം ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആയിരുന്നു. പറഞ്ഞ സംഭവങ്ങളിലൊന്നും നമുക്കൊരു മാറ്റമില്ലായിരുന്നു. നമ്മൾ അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ബിൽഡിംഗ് ഇത്ര ഭംഗിയായി റെഡിയാക്കി തന്ന ഫോക്കസ് ബിൽഡേഴ്സിനോടും അതിന്റെ MD മാരോടും 2 പേരോടും, വിജയ് സാറ്, ഹരി സാറ്, പിന്നെ നമ്മുടെ സൈറ്റ് എഞ്ചിനീയേഴ്സ് പിൽട്ടോ, പിന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന അജിൻ
റോജിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നിന്ന് നല്ല രീതിയിൽ നമുക്ക് നിന്ന് എല്ലാം റെഡിയാക്കി തന്നതും. അത് ഭംഗിയായിട്ട് അതിന്റെ കഠിനാധ്വാനം കഠിനാധ്വാനം എടുത്തു. കുഴപ്പമില്ല. നമ്മളടുത്ത് ഒരു ബാഡ് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. റോജി എന്ന് പറയുന്ന ആളാണെങ്കിലും അജിൻ എന്ന് പറയുന്ന ആളാണെങ്കിലും ആരും നല്ല സൂപ്പർവൈസേഴ്സിങ്ങും എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി തന്നു. അതിലെ ഫോക്കസ് ബിൽഡേഴ്സിനോട് ഞങ്ങൾക്ക് നന്ദി കടപ്പാട് എന്നുണ്ടായിരിക്കും.